ഇന്ന് നമ്മൾ നമ്മുടെ തൃശ്ശൂരുള്ള അക്കര അക്വേറിയം ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തിനാ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെല്ലറ്റ് ഫുഡ് ചില സൈസുകൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്നു. ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വലിയ സൈസ്, ഏറ്റവും വലിയ സൈസും അതിന് തൊട്ട് താഴെയുള്ള സൈസും തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. എപ്പോൾ പോയാലും എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു മീനാണ് ഈ കാണുന്ന അരവാന. ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ ഈ ഷോപ്പ് കാണുന്ന മുതൽ ആ ഒരു സമയം തൊട്ട് തന്നെ ഈ ഒരു മീൻ അവിടെ ഉണ്ട്. നിങ്ങൾ മീനുകളൊക്കെ വളർത്തുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ മീൻ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. ഇത് അരവാന എന്ന് പറയുന്ന മീനാണ്. സ്പെസിഫിക് ആയിട്ട് ഏത് വെറൈറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഡൻ ഹൈബാക്ക് അരവാനയാണ്. നമ്മളിതിൻ്റെ പ്രൈസ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കി. അപ്പോഴാണ് മനസ്സിലായത് ഇത് സെയിലിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ള പീസല്ല, ഇത് ഡിസ്പ്ലേക്ക് വേണ്ടി ഇട്ടിട്ടുള്ളതാണ്. മാത്രമല്ല അവർ ജസ്റ്റ് വളർത്തുന്നതാണ്, ഇത് സെയിലിനായിട്ട് ഇട്ടിട്ടുള്ളതല്ല. ഇതിൻ്റെ പ്രൈസ് നമ്മൾ പല സ്ഥലങ്ങളിലും പല വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സാധാരണ ഇതിൻ്റെ വില ചോദിക്കുമ്പോൾ ആരും പറയാറില്ല, മോഹവില എന്നാണ് പറയാറുള്ളത്. അരവാന എന്ന് പറയുന്നത് പൊതുവേ എക്സ്പെൻസീവ് ആയിട്ടുള്ള മീനാണ്. പിന്നെ ഈ കാണുന്ന വെറൈറ്റി ഞാൻ പറഞ്ഞു ഗോൾഡൻ ഹൈബാക്ക് അരവാനയാണ്. അതിൽ തന്നെ പല വെറൈറ്റികളുണ്ട്. ഗോൾഡൻ സൂപ്പർ ഹൈബാക്ക് അരവാന, അങ്ങനെ വെറൈറ്റികളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി കണ്ടില്ലേ, ഈ ഗോൾഡൻ കളർ തന്നെ 24K അങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്ത് തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്ന അതിനാണ് ഏറ്റവും വില കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അത്തരം ടോപ്പ് ക്വാളിറ്റി വരുന്നതിനാണെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപയൊക്കെ വില വരുന്നുണ്ട്. 1 ലക്ഷം 1 ലക്ഷത്തിന് താഴെ അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. നേരത്തെ പറഞ്ഞ ക്വാളിറ്റി അനുസരിച്ചാണ് പ്രൈസ്, ഗ്രേഡ് അനുസരിച്ചാണ് പ്രൈസ് വരുന്നത്. 1 ലക്ഷം 1 ലക്ഷത്തിന് മേലെ വരുന്നതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 70,000, 80, പിന്നെ 90,000, 1 ലക്ഷം അത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. ഈ കാണുന്ന അരവാന എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സൈസ് വരുന്നതാണ്. ഇതെനിക്ക് തോന്നുന്നു ഒരു 1.5 അടി 2 അടിക്ക് താഴെയുണ്ട്. 2 അടിയില്ല, 2 അടിക്ക് താഴെയാണ്, 1.5 അടി ആ ഒരു റേഞ്ചൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഭീമൻ സൈസാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. നന്നായിട്ട് തടിച്ചു കൊഴുത്തിരിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പീസാണ്. ഇതിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുറേ നേരം ഇതിനെ നോക്കി തന്നെ നിന്ന് പോവും. മാത്രമല്ല ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഇത് നല്ല രീതിയിൽ ഇൻറ്ററാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഗ്രേഡും കാര്യങ്ങളൊക്കെ വെച്ച് ഇതിൻ്റെ ഒരു പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ഷോപ്പിൽ നിന്ന് ഒരു പ്രൈസ് ഒന്നും പറയുന്നില്ല, കാരണം അവർ സെയിലിന് വേണ്ടി ഇട്ടിട്ടുള്ളതല്ല. പക്ഷേ മൊത്തത്തിൽ ഇതിൻ്റെ സൈസും ആ ഒരു കളറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് ഒരു 1 ലാഖിനടുത്തൊക്കെ തീർച്ചയായിട്ടും വരും. അതായത് 1 ലക്ഷം അല്ലെങ്കിൽ അതിനടുത്ത്, അതായത് 80,000, 90,000, അത് 80,000, 1 ലക്ഷം ആ ഒരു റേഞ്ചൊക്കെ വരാൻ സാധ്യതയുള്ള മീനാണ്. ഈ ഒരു മീൻ വാങ്ങുമ്പോൾ ഒറിജിനൽ ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, അതായത് സർട്ടിഫൈഡ് ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനൊക്കെയാണ് സാധാരണ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. ഇത് വാങ്ങുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടും. അതുപോലെ ഇതിൻ്റെ ശരീരത്തിൽ ചിപ്പ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഫുൾ ലീഗലായിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അതിനകത്തുണ്ടായിരിക്കും. നമുക്കിനി ഈ മീനിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഈ ഗോൾഡൻ ഹൈബാക്ക് അരവാന എന്ന് പറയുന്നത് ഏഷ്യൻ റീജിയനിൽ വരുന്ന അരവാനകളിൽ പെട്ടതാണ്. മെയിനായിട്ട് ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ് ഈ ഒരു റീജിയനിലാണ്. പിന്നെ ഇതിൻ്റെ മാക്സിമം സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ഇഞ്ച് മുതൽ 30 ഇഞ്ച് വരെയൊക്കെ സൈസ് വയ്ക്കാൻ സാധ്യതയുള്ളൊരു മീനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആയുസ് 15 മുതൽ 20 വർഷം വരെയാണ്. പിന്നെ ഇവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 26 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ pH ആണെന്നുണ്ടെങ്കിൽ 6.5 മുതൽ 7.5 വരെ ഈ ഒരു റേഞ്ചാണ്. വെള്ളം നല്ല ഹൈ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു മീനാണ്. ഫിൽട്രേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ കൊടുക്കണം. അതുപോലെ വാട്ടർ ചേഞ്ച് ആണെങ്കിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യേണ്ടതാണ്. പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള സർഫസ് എജിറ്റേഷൻ, അതായത് വെള്ളച്ചാട്ടം പോലെ എന്തെങ്കിലും വെള്ളത്തിനകത്ത്, അതായത് ചെറിയ രീതിയിലുള്ള വേവ്സും കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു മീനും കൂടിയാണ്. പിന്നെ ഇവർ നല്ല ചാട്ടക്കാരായിട്ടുള്ള മീനുകളാണ്. അതായത് നല്ല രീതിയിൽ ഇവർ ചാടും. അതുകൊണ്ട് അക്വേറിയത്തിലാണെങ്കിൽ ടാങ്കുകളിലാണെന്നുണ്ടെങ്കിൽ ലിഡ് പോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കവർ ചെയ്ത് വെക്കേണ്ടതാണ്. സൈസ് അനുസരിച്ച് 1 മുതൽ 2 നേരം വരെയൊക്കെ ഇവർക്ക് ഫീഡ് ചെയ്യാം. ഇവർ കാർണിവോറസ് ആണ്, അതായത് മാംസാഹാരങ്ങളാണ് ഇവർ കഴിക്കുന്നത്. ലൈവ് ഫുഡുകളും ഫ്രോസൺ ഫുഡുകളൊക്കെ ഇവർക്ക് കൊടുക്കാം. പ്രധാനമായിട്ടും ചെമ്മീൻ, അതുപോലെ തന്നെ BSF ലാർവ, പിന്നെ വലിയ നമ്മുടെ മീനുകളുടെ മാംസം മാത്രം കട്ട് ചെയ്ത് ചെറിയ പീസുകളായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ വലിയ സൈസിൽ വരുന്ന വേംസും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഫീഡ് ചെയ്യാം. ഫാറ്റ് കൂടിയ നോൺ വെജ് ഫുഡുകൾ കൊടുക്കാതിരിക്കുക, കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലൈവ് ഫുഡ് കൊടുക്കുമ്പോൾ അസുഖങ്ങളില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അഗ്രസീവ് ആയിട്ടുള്ള മീനാണ്, അതുപോലെ തന്നെ ടെറിട്ടോറിയലുമാണ്. ഏറ്റവും ബെസ്റ്റ് ഇവരെ ഒറ്റയ്ക്ക് ഇടുന്നതാണ്. ഒരുമിച്ചിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരേ സൈസ് വരുന്ന മറ്റു മീനുകൾ ഇടുന്നതാണ് നല്ലത്. ഇതിൻ്റെ വായിൽ ഒതുങ്ങുന്ന സൈസിലുള്ള ചെറിയ മീനിനെ കിട്ടാൽ ഇത് അറ്റാക്ക് ചെയ്ത് കഴിക്കും. ഈ ഒരു മീനിനെ വെൽത്തിൻ്റെ സിമ്പിളായിട്ടാണ് കാണുന്നത്. ഈ ഒരു മീൻ ബിഗിനേഴ്സിനെ റെക്കമെൻഡ് ചെയ്യാറില്ല. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.